എല്ലാവർക്കും ഇൻസൈറ്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചത്ത പച്ച ബീബികൾ എന്നീ സിനിമകളുടെ OTT റിലീസ് തീയതി വന്നു. അതുപോലെ ആവേശം 2 വമ്പൻ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് ബേബികൾ എന്ന സിനിമയെക്കുറിച്ചാണ്. നിവിൻ പോളി, ലിജോ മോൾ ജോസ് എന്നിവർ കേന്ദ്രകഥാപാത്രമായി കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട മലയാളം സിനിമയാണ് ബേബികൾ. അരുൺ വർമ്മ സംവിധാനം ചെയ്ത സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി പ്രഖ്യാപനം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സോണി ലിവ് നേരത്തെ തന്നെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ വരുന്ന ആഴ്ച ഫെബ്രുവരി 12 സോണി ലിവ് വഴി സ്ട്രീം ചെയ്യും. ധനുഷ് നായകനായി രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണല്ലോ D55. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ശ്രീലീല, സായ് പല്ലവി എന്നിവർ കൂടി കേന്ദ്രകഥാപാത്രമായി എത്തുന്ന സിനിമയിൽ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറായ മമ്മൂക്ക ക്യാമിയോ വേഷം കൈകാര്യം ചെയ്യുന്നു എന്ന് നേരത്തെ തന്നെ മൂവി ടീം അറിയിച്ചിരുന്നു. ഇപ്പോഴത്തെ 40 ദിവസത്തെ ഷൂട്ട് മമ്മൂട്ടിക്കായി ഈ സിനിമയിൽ ഉണ്ട് എന്നൊരു അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. മമ്മൂക്കയുടെ ഷൂട്ടിംഗ് ഈ വരുന്ന മാസം അവസാനത്തോടെ ആരംഭിക്കും. അപ്പോൾ വീണ്ടും ധനുഷ് മമ്മൂക്ക ഒന്നിക്കുമ്പോൾ തിയേറ്റർ പൂരപ്പറമ്പാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ക്രിസ്മസ് റിലീസ് ആയിട്ടായിരിക്കും D55 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ശിവകാർത്തികേയൻ, ശ്രീലീല എന്നിവർ കേന്ദ്രകഥാപാത്രമായി സുധാ കൊങ്കര സംവിധാനം ചെയ്ത ആക്ഷൻ ഡ്രാമ പൊളിറ്റിക്കൽ കാറ്റഗറിയിൽ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി ആവറേജ് അഭിപ്രായങ്ങൾ നേടിയെടുത്ത തമിഴ് സിനിമയാണല്ലോ പരാശക്തി. ചിത്രത്തിന്റെ OTT റിലീസ് ഇപ്പോൾ നടന്നിരിക്കുകയാണ്. C5 വഴി ചിത്രം നമുക്കിപ്പോൾ തമിഴ്, തെലുഗു, മലയാളം, കന്നഡ ഭാഷകളിൽ അവൈലബിൾ ആണ്. അരുൺ അനിരുദ്ധന്റെ സംവിധാനത്തിൽ ടോവിനോ തോമസ് നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ കോമഡി ഡ്രാമ എന്റർടൈനർ മലയാളം സിനിമയാണല്ലോ അതിരടി. ചിത്രത്തിൽ ടൊവിനോയ്ക്കൊപ്പം വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ് തുടങ്ങിയവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും മറ്റൊരു ക്യാരക്ടർ പോസ്റ്റർ കൂടി പുറത്തുവന്നിരിക്കുകയാണ്. സർവമായ എന്ന ചിത്രത്തിലൂടെ ദലുലു കഥാപാത്രത്തെ അവതരിപ്പിച്ച റിയ ഷിബു അവതരിപ്പിക്കുന്ന സ്വാതി എന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്ററാണ് മൂവി ടീം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ചിത്രം ഈ വരുന്ന മെയ് മാസം 14 ലോകമെമ്പാടുമായി തിയേറ്ററുകളിലേക്ക് എത്തും. അനുഭൂതി കശ്യപ് സംവിധാനം ചെയ്ത് കൊങ്കണ ശർമ്മ, പ്രതിഭ എന്നിവർ കേന്ദ്രകഥാപാത്രമായി എത്തുന്ന നെറ്റ്ഫ്ലിക്സിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് അക്യൂസ്ഡ്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപനം നെറ്റ്ഫ്ലിക്സ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ വരുന്ന ഫെബ്രുവരി 27 അക്യൂസ്ഡ് നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യും. ടീനു പാപ്പച്ചന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപനം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. കൊല്ലം കോട്ടക്കമ്പനി എന്നാണ് സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്. സച്ചിൻ ഗോപു നായകനെത്തുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും മൂവി ടീം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റിൻ വർഗീസ് സംഗീതമൊരുക്കുന്ന സിനിമ ഏപ്രിൽ മാസത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ആസിഫ് അലി നായകനാക്കി രോഹിത് VS സംവിധാനം ചെയ്ത് ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ ടിക്കി ടാക്ക. സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ മട്ടാഞ്ചേരിയിൽ വെച്ച് നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ വരുന്ന മാർച്ച് മാസത്തോടെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പാക്കപ്പ് ആവും. മെയ് 14 ചിത്രത്തിന്റെ അൺഒഫീഷ്യൽ റിലീസ് ഡേറ്റ്. വരുൺ സോപ്തി, മോന സിംഗ് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ നെറ്റ്ഫ്ലിക്സ് സീരീസിന്റെ 2ാം ഭാഗം ഇപ്പോൾ OTT റിലീസിന് ഒരുങ്ങുകയാണ്. നേരത്തെ നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്ത് അത്യാവശ്യം നല്ല അഭിപ്രായം നേടിയെടുത്ത കൊഹ്റ വെബ് സീരീസിന്റെ 2ാമത്തെ സീസൺ 11 ഫെബ്രുവരിയിൽ, അതായത് വരുന്ന ആഴ്ച നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യുന്നുണ്ട്. ജയറാം നായകനായി കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ ആശകളായിരം. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ വീക്കെൻഡിലെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. കോമഡി ഡ്രാമ ഫാമിലി എന്റർടൈനർ സിനിമയായി തിയേറ്ററുകളിലേക്ക് എത്തി അത്യാവശ്യം നല്ല അഭിപ്രായം നേടിയെടുത്ത സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് 2,25,00,000 രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടി എന്നൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതോടെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 3,50,00,000 കടന്നിരിക്കുകയാണ്. ബാച്ചിലർ പാർട്ടിയുടെ 2ാം ഭാഗമായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ അമൽ നീരദ് സിനിമയാണല്ലോ ഡ്യൂക്സ്. ഇപ്പോഴത്തെ ഈ ആക്ഷൻ ത്രില്ലർ സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. നെസ്ലിൻ, സൗബിൻ ഷായർ, ശ്രീനാഥ് ബാസി എന്നിവരൊക്കെ കേന്ദ്രകഥാപാത്രമായി എത്തുന്ന സിനിമ ബിഗ് ബി എന്ന സിനിമയിലൂടെ വൈറലായി മാറിയ വീട്ടിൽ വെച്ച് ഡ്യൂക്സ് സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അമൽ നീരദ് പ്രൊഡക്ഷൻസ്, അൻവർ റഷീദ്, ഫഹദ് ഫാസിൽ എന്നിവർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ക്രിസ്റ്റോ സേവ്യർ മ്യൂസിക് ഒരുക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഈ വർഷം ഏപ്രിൽ മാസത്തോടെ പൂർത്തിയാക്കി ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് മൂവി ടീം പ്ലാൻ ചെയ്യുന്നത്. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ്സിനായി. അനിൽ റൌപേഡി സംവിധാനം ചെയ്ത് ചിരഞ്ജീവി, നയൻതാര എന്നിവർ കേന്ദ്രകഥാപാത്രമായി സംക്രാന്തി റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തി പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുത്ത തെലുഗു സിനിമയാണ് മന്നശങ്കര വരപ്രസാദ ഗറു. ഇപ്പോഴത്തെ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുകയാണ്. C5 ഇന്ത്യയാണ് സിനിമയുടെ OTT അവകാശങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്.
ഇനി ഈ സിനിമ എന്ന് OTT റിലീസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 11 വരുന്ന ആഴ്ച ചിത്രം C5 വഴി OTT റിലീസ് ചെയ്യും. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഭാഷകളിലും ചിത്രത്തിന്റെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ മമ്മൂക്ക, ലാലേട്ടൻ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തി വരാനിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ മലയാളം സിനിമയാണല്ലോ പാട്രിയറ്റ്. ബിഗ് MS-നൊപ്പം കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, ദർശന രാജേന്ദ്രൻ, രഞ്ജി പണിക്കർ എന്നിവരും ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നുണ്ട്. ഏപ്രിൽ 23 തിയേറ്റർ റിലീസ് ലോക്ക് ചെയ്ത സിനിമയുടെ മറ്റൊരു വമ്പൻ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിലെ ഫഹദിന്റെ റോളിനെ പറ്റി ഫഹദ് ഫാസിൽ തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതുപ്രകാരം ഫഹദ് ഫാസിൽ സിനിമയിൽ ഒരു വില്ലൻ കഥാപാത്രമായിട്ടായിരിക്കും എത്തുക എന്ന് താരം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടയിൽ സിനിമയുടെ ആദ്യ ടീസർ പുറത്തിറക്കാനായി ഒരുങ്ങുകയാണ് മൂവി ടീം. മാർച്ച് മാസം ആദ്യ ആഴ്ചകളിൽ തന്നെ സിനിമയുടെ ടീസർ പുറത്തിറങ്ങുമെന്നൊരു അപ്ഡേറ്റ് കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. മാറി സംവിധാനം ചെയ്ത് നവീൻ പോളിഷെട്ടി, മീനാക്ഷി ചൗധരി എന്നിവർ കേന്ദ്ര കഥാപാത്രമായി തെലുഗു ഇൻഡസ്ട്രിയിൽ നിന്നും കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് അനഗനഗ ഒക്കെ രാജു. ചിത്രത്തിന്റെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി പ്രഖ്യാപനം മൂവി ടീം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം ഫെബ്രുവരി 11 വരുന്ന ആഴ്ച നെറ്റ്ഫ്ലിക്സ് വഴി മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ആവും. ഐ എം ഗെയിം എന്ന സിനിമയ്ക്ക് ശേഷം DQ നായകനായി മോളിവുഡിൽ നിന്നും വരാനിരിക്കുന്ന ഒരു സിനിമയുടെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. DQ ജിത്തു മാധവൻ കോംബോയിൽ ഒരു സിനിമ ഒന്നിക്കുന്നു എന്നൊരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ സിനിമ ലോക്ക് ചെയ്തെന്നും സൂര്യ 47 എന്ന സിനിമയ്ക്ക് ശേഷം ജിത്തു മാധവൻ ഈ സിനിമയ്ക്ക് തുടക്കം കുറിക്കുമെന്നുമാണ് വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത്. എന്തായാലും കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ ഒഫീഷ്യൽ അപ്ഡേറ്റ്സിനായി. ആക്ഷൻ, ക്രൈം, ഡ്രാമ, ത്രില്ലർ ജോണറിൽ അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ബോളിവുഡ് സിനിമയാണ് കെന്നഡി. സിനിമയിൽ സണ്ണി ലിയോൺ, മേഘ ബർമൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നു. C5 ഇന്ത്യ ഒഫീഷ്യലായി OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഫെബ്രുവരി 20 അടുത്ത ആഴ്ച C5 വഴി OTT റിലീസ് ചെയ്യും. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത് മോളിവുഡിൽ നിന്നും വരാനിരിക്കുന്ന മോസ്റ്റ് അവൈറ്റഡ് പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ ഖലീഫ. ജിനു എബ്രഹാം തിരക്കഥയൊരുക്കുന്ന സിനിമയിൽ ടൊവിനോ തോമസ്, കൃതി ഷെട്ടി എന്നിവർക്കൊപ്പം ലാലേട്ടനും ഒരു ക്യാമിയോ വേഷത്തിൽ എത്തുന്നുണ്ട്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ 2ാം ഘട്ട ഷൂട്ടിംഗ് അപ്ഡേറ്റ് പുറത്തുവന്നിരിക്കുകയാണ്. വരുന്ന വ്യാഴാഴ്ച മുതൽ സിനിമയുടെ 2ാം ഘട്ട ഷെഡ്യൂൾ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ വരുന്ന ഏപ്രിൽ മെയ് മാസത്തോടെ സിനിമയുടെ മുഴുവൻ ചിത്രീകരണവും പൂർത്തിയാക്കി ഓണം റിലീസായ ഓഗസ്റ്റ് 20 തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് മൂവി ടീം ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ജയൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ D152. ഇപ്പോഴത്തെ സിനിമയുടെ റിലീസ് തീയതി ലോക്ക് ചെയ്തു എന്നൊരു അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. ചിത്രം ഈ വരുന്ന വിഷു സ്പെഷ്യലായി ഏപ്രിൽ 10 ലോകമെമ്പാടുമായി തിയേറ്ററുകളിലേക്ക് എത്തുമെന്നൊരു റിപ്പോർട്ടാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ചിത്രത്തിന്റെ തിയേറ്റർ ചാർട്ടിംഗ് വർക്കുകളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വിഷു റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തുന്ന ടൊവിനോ തോമസ് ചിത്രമായ പള്ളിച്ചട്ടമ്പി എന്ന സിനിമയ്ക്കൊപ്പം ക്ലാഷ് റിലീസായിട്ടായിരിക്കും ഈ ദിലീപ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപനവും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും വരുന്ന ആഴ്ചകളിൽ തന്നെ പുറത്തുവരും. മിഥുൻ മാനുവൽ തോമസ് തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്ത് ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ വരാനിരിക്കുന്ന പുതിയ മോളിവുഡ് ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ ആട് 3. ജയസൂര്യ നായകനായി എത്തുന്ന സിനിമയിൽ പ്രസന്റ് കാലഘട്ടത്തെ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഷാജി പാപ്പൻ അടക്കമുള്ള കഥാപാത്രത്തിന്റെ ഒരു കിടിലൻ പോസ്റ്റർ തന്നെയാണ് മൂവി ടീം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ചിത്രത്തിന്റെ ടീസർ ട്രെയിലർ അപ്ഡേറ്റ്സിനായാണ്. മാർച്ച് 19 തിയേറ്റർ റിലീസ് ലോക്ക് ചെയ്ത സിനിമയുടെ ടീസർ വരുന്ന ഞായറാഴ്ച ഫെബ്രുവരി 15 പുറത്തിറങ്ങും എന്നൊരു അപ്ഡേറ്റ് കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ വാർത്തകൾക്കായി. തലൈവർ തമ്പി തലൈമയിൽ തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നും കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തി അത്യാവശ്യം നല്ല അഭിപ്രായം നേടിയെടുത്ത ആക്ഷൻ കോമഡി ഡ്രാമ തമിഴ് സിനിമയാണ്. നിതീഷ് സഹദേവ് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ജീവ, അമിത് മോഹൻ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രം കാത്തിരിപ്പിനൊടുവിൽ OTT റിലീസ് പ്ലാൻ ചെയ്യുകയാണ്. നെറ്റ്ഫ്ലിക്സ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഫെബ്രുവരി 11 വ്യാഴാഴ്ച നെറ്റ്ഫ്ലിക്സ് വഴി തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് ഫഹദ് ഫാസിൽ നായകനായി 2024 തിയേറ്ററുകളിലേക്ക് എത്തി വൻ തരംഗമായി മാറിയ മലയാളം സിനിമയാണല്ലോ ആവേശം. ഇപ്പോഴത്തെ ആവേശം എന്ന സിനിമയുടെ 2ാം ഭാഗത്തിനായി കാത്തിരിക്കുന്ന ആരാധകർക്ക് സന്തോഷ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ 2ാം ഭാഗം ഉണ്ടാകുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത്തെ ആവേശം 2 മൂവി ടീം കൺഫേം ചെയ്തിരിക്കുകയാണ്. സിനിമയിലെ നായകനായ ഫഹദ് ഫാസിൽ തന്നെയാണ് ഇക്കാര്യം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. 2027 അല്ലെങ്കിൽ 2028 ആവേശം 2 റിലീസിന് എത്തുന്നത്. ജിത്തു മാധവന്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസിൽ നായകനെത്തിയ ആവേശം ബോക്സ് ഓഫീസിൽ നിന്ന് 186 കോടി 60 ലക്ഷം രൂപയാണ് വാരിക്കൂട്ടിയത്.
അപ്പോൾ ആവേശം 2 തിയേറ്ററുകളിലേക്ക് എത്തിയാൽ പാൻ ഇന്ത്യൻ ലെവലിൽ തരംഗമായി മാറുമെന്ന് ഉറപ്പാണ്. അദ്വൈത് നായർ സംവിധാനം ചെയ്ത് റോഷൻ മാത്യു, അർജുൻ അശോകൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തി. കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണല്ലോ ചത്താപച്ച. തിയേറ്ററിൽ നിന്ന് 35 കോടിയോളം രൂപ കളക്ഷൻ നേടി മുന്നേറുന്ന സിനിമ തിയേറ്ററിൽ ഫൈനൽ റണ്ണിലേക്ക് അടുക്കുകയാണ്. ഈ ആക്ഷൻ കോമഡി ബോക്സിംഗ് സിനിമയിൽ മമ്മൂക്കയും ക്യാമിയോ വേഷത്തിൽ എത്തുന്നുണ്ട്. ഇപ്പോഴത്തെ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് അപ്ഡേറ്റ് എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച ഫെബ്രുവരി 20 ചത്താപച്ച നെറ്റ്ഫ്ലിക്സ് വഴി സ്ട്രീം ചെയ്യും.